Hi, good evening. It's me, Sebin Joseph from ILT. ഇന്ന് OET കെയറിൻ്റെ ഈ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഉള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇനി മുതൽ നമ്മൾ ഓരോ ദിവസവും OET കെയറിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ലെറ്റർ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ലെറ്റർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യേക തരത്തിലുള്ള സെൻറ്റൻസുകളുടെ കൺസ്ട്രക്ഷൻ അതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കപ്പെടണം, അതെങ്ങനെ വേണം ഉപയോഗിക്കാൻ, അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടെ OET കെയർ തരുവാണ്. അപ്പോൾ ഓരോ ദിവസത്തെ OET കെയർ വീഡിയോയിലും നമ്മൾ ഒരു സെൻറ്റൻസ് എങ്കിലും ഡിസ്കസ് ചെയ്യും വളരെ കൃത്യമായി. അപ്പോൾ മുടങ്ങാതെ നമ്മുടെ ഈ ഒരു സീരീസ് കണ്ടുപോവുക. നിങ്ങളുടെ ലെറ്റർ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ഒക്കെ ഇത് വളരെയധികം നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ സമയം അല്ലേ, കഴിഞ്ഞ സമയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒന്ന് രണ്ട് വലിയ ചോദ്യങ്ങളെ മുൻനിർത്തിയാണ് ഇന്നത്തെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ പോകുന്നത്. അതായത് ഞാൻ എന്നോട് ചോദിച്ച ആൾക്കാരുമായിട്ട് ഈ ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരുപാട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വന്നു. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധാരണ, അത് ഒരു സെൻറ്റൻസുമായിട്ട് കേട്ടോ, ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധാരണ, അതൊന്ന് മാറ്റാൻ കൂടെ ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പം കാട് കയറി പോകേണ്ട, കഥ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇന്ന് ഉള്ള സെൻറ്റൻസ് ഇതാണ്. ഷീ പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 1st January 2020 for a regular checkup because she experienced several episodes of heart flutter over the past few weeks. ഓക്കെ, അപ്പോൾ എനിക്ക് വന്ന ചോദ്യം ഇതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് സ്ക്രീനിൽ കൃത്യമായിട്ട് ഉണ്ട് കേട്ടോ, ഒന്ന് വായിച്ച് നോക്കുക. ഷീ പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 1st January 2020 for a regular checkup because she experienced several episodes of heart flutter over the past few weeks. ഈ സെൻറ്റൻസിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഈ സെൻറ്റൻസിൽ എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടല്ല, വാസ്തവത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ പ്രസൻറ്റഡ് എന്നുള്ള, ഷീ വാസ് പ്രസൻറ്റഡും ഷീ പ്രസൻറ്റഡും അല്ലേ. ഷീ പ്രസൻറ്റഡ് എന്നുള്ളതാണ് ഒന്ന്. അത് അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ ലെസ് വെയിറ്റേജാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പം ദെൻ നമ്മൾ വേറെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഷീ എക്സ്പീരിയൻസ്ഡ് സെവറൽ എപ്പിസോഡ്സ് ഓഫ് ഹാർട്ട് ഫ്ലട്ടർ. പറഞ്ഞേക്കുന്നത് നമ്മളൊന്ന് എക്സാമിൻ ചെയ്യണം. പിന്നെ അടുത്തത് ഓവർ ദ പാസ്റ്റ് ഫ്യൂ വീക്സ്, പറഞ്ഞേക്കുന്ന കാര്യവും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇതുപോലെ നമുക്കും സെൻറ്റൻസുകൾ എഴുതേണ്ട വന്നേക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇത് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച്, അതായത് നമ്മൾ ഇന്നിത് മനസ്സിലാക്കും, ഇന്നിത് പഠിക്കും, നമ്മളെ സംബന്ധിച്ച് ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു സെൻറ്റൻസ് എഴുതേണ്ട വന്നാൽ അതിൻ്റെ അകത്തൊരു തെറ്റ് ഉണ്ടാകത്തില്ല. ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കിയേക്കാം. അതായത് പാസ്റ്റിൽ, ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇത് പറയുവാണെങ്കിൽ പാസ്റ്റിൽ 2 ഇൻസിഡൻസ് അത് എങ്ങനെ പറയാമെന്നുള്ളതാണ്. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ പാസ്റ്റിൽ 2 ഇൻസിഡൻസ്, അതിനെ എങ്ങനെ നമുക്ക് ഒന്നിച്ച് പറയാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറിൽ, അത് നടന്ന ആ ഒരു ഓർഡറിൽ, അതിൻ്റെ ആ ഒരു ടൈം അനുസരിച്ചിട്ട് അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക്
ഒന്ന് നോക്കിയേക്കാം. അതായത് ഈ പാസ്റ്റ് വെർബിനെ പറ്റിയിട്ട് ആദ്യമേ ഒന്ന് പറയാം കേട്ടോ. പാസ്റ്റ് വെർബിനെ പറ്റി ആദ്യമേ ഒന്ന് പറഞ്ഞേക്കാം. പാസ്റ്റ് വെർബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? വെർബിൻ്റെ രണ്ടാമത്തെ ഫോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. അത് പാസ്റ്റ് വെർബ്. അപ്പോൾ ഈ പാസ്റ്റ് വെർബിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാസ്റ്റ് വെർബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിപ്പോൾ ജനറലായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും OETക്കാണെങ്കിലും സ്പീക്കിങ്ങിനാണെങ്കിലും അപ്പോൾ എപ്പോഴാണെങ്കിലും എങ്ങനെയൊക്കെ നമുക്ക് ഈ പാസ്റ്റ് വെർബ് ഉപയോഗിക്കാം. ഒന്ന്, നമുക്ക് പാസ്റ്റിൽ നടന്ന ഏതൊരു സിംഗിൾ ഈവൻറ്റും, ഒരു സംഭവം, ഒരു സിംഗിൾ ഈവൻറ്റ്, പാസ്റ്റിൽ നടന്നൊരു സിംഗിൾ ഈവൻറ്റ് അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ടൈം കൊടുത്തിട്ടോ ടൈം കൊടുക്കാതെയോ പറയാൻ പറ്റും. ടൈം കൊടുത്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പാസ്റ്റ് വെർബ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പാസ്റ്റിൽ നടന്ന ഒരു കാര്യം, അത് കഴിഞ്ഞ കാലത്ത് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കഴിഞ്ഞു പോയ ഏത് സമയത്താണെങ്കിലും നടന്നൊരു ഈവൻറ്റ് പാസ്റ്റ് ടൈം റെഫർ ചെയ്തിട്ട്, ഇപ്പോൾ യെസ്റ്റർഡേ എന്നുള്ളത് കഴിഞ്ഞു പോയ ഒരു ടൈമിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് യെസ്റ്റർഡേ. ഇപ്പോൾ എഗോ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ഇൻ 2000, ഇതൊക്കെ കഴിഞ്ഞ് ഇൻ 1942, ഇതൊക്കെ കഴിഞ്ഞു പോയ സമയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ പഴയ സമയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന റെഫറൻസുകളാണ്. ഇത്തരത്തിൽ പഴയ സമയത്തെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു റെഫറൻസ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ നമ്മൾ നിർബന്ധമായും എന്ത് യൂസ് ചെയ്തിരിക്കണം? പാസ്റ്റ് വെർബ് യൂസ് ചെയ്തേക്കണം. അത് പാസ്റ്റ് വെർബിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂസാണ്. അത് നമുക്ക് ഇവിടെ തന്നെ ഈ സെൻറ്റൻസിൽ തന്നെ നോക്കിയാൽ ഷീ പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഷീ പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ കണ്ടോ, അവിടെ ഒരു ടൈം വെച്ചിട്ടുണ്ടല്ലേ, ഓൺ 1 ജനുവരി 2020 അല്ലേ? അപ്പോൾ ഒരു പഴയ ടൈം വച്ചിട്ട് ഒരു കാര്യം പറയണമെങ്കിൽ നമുക്ക് എപ്പോഴും വെറുതെ പാസ്റ്റ് വെർബ് ഉപയോഗിച്ചാൽ മതിയാവും. ഇനി പാസ്റ്റ് വെർബിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എല്ലാ തരത്തിലുള്ള സബ്ജക്ട്സിൻ്റെ കൂടെയും പാസ്റ്റ് വെർബ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഹിയോ, ഷിയോ, ഇറ്റോ, ദാറ്റോ, ഇപ്പോൾ ദേയോ, യുവോ, വിയോ, ഏത് തരത്തിലുള്ള സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, വെറുതെ സബ്ജക്റ്റ് പാസ്റ്റ് വെർബ് ആ ഒരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. വളരെ എളുപ്പമുള്ള ഒരു സെൻറ്റൻസാണ്. അപ്പോൾ ഇത് നമ്മൾ OETയെ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ ലെറ്റർ എഴുതുന്ന കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴും സ്പീക്കിങ്ങിലേക്കൊക്കെ വരുമ്പോഴും ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പാസ്റ്റ് ടൈം റെഫറൻസ് കൊടുത്തൊരു കാര്യം പറയണമെങ്കിൽ പാസ്റ്റ് വെർബ് ഉപയോഗിക്കണം എന്നുള്ളത്. അത് നിർബന്ധമായും ഉപയോഗിക്കണം. അതൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഷീ പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 1 ജനുവരി 2020 എന്നെഴുതി. അവിടെ നമുക്ക് ആ സെൻറ്റൻസ് കുഴപ്പമില്ല. ഫോർ എ റെഗുലർ ചെക്കപ്പ്, അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്, ഫോർ എ റെഗുലർ ചെക്കപ്പ്. പിന്നെ ബിക്കോസ്, പിന്നെ വേറൊരു കാര്യം കൂടെ പറയുവാണ്, ബിക്കോസ് ഷീ എക്സ്പീരിയൻസ്ഡ് സെവറൽ എപ്പിസോഡ്സ് ഓഫ് ഹാർട്ട് ഫ്ലട്ടർ. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഷീ എക്സ്പീരിയൻസ്ഡ് സെവറൽ എപ്പിസോഡ്സ് ഓഫ് ഹാർട്ട് ഫ്ലട്ടർ ഓവർ പാസ്റ്റ് ഫ്യൂ വീക്സ്. ഇതുണ്ട്, ഷീ എക്സ്പീരിയൻസ്ഡ് സെവറൽ എപ്പിസോഡ്സ് ഓഫ് ഹാർട്ട് ഫ്ലട്ടർ. ഇനി അവൾക്ക് എന്തുണ്ടായെന്നാണ് പറഞ്ഞേ? ഇത് നമ്മൾ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് നമുക്ക് മനസ്സിലുള്ള ഒരു ആശയം ഇംഗ്ലീഷിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ മാറ്റി എഴുതുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇവിടെ. അതായത് പറഞ്ഞേക്കുന്നത് വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ നമുക്ക് മീനിങ് എടുക്കാൻ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലാണെങ്കിൽ, അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കേൾക്കുന്ന ആൾക്ക് സംഗതി പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ എഴുതുന്ന സമയത്താണെങ്കിൽ, എഴുതുമ്പോഴും പറയുമ്പോഴും കൃത്യം തന്നെ ഉപയോഗിക്കണം. എങ്കിലും എഴുതുന്ന സമയത്ത് നമ്മൾ കൃത്യമായി തന്നെ അത് കീപ്പ് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1/1/2020 മുമ്പാണ്, കേട്ടേക്കണം, 1/1/2020 മുമ്പാണ് എന്ത് ചെയ്തേക്കുന്നത്? ഷീ എക്സ്പീരിയൻസ്ഡ്
ഹാർട്ട് ഫ്ലട്ടർ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 ജനുവരി 2020 മുമ്പാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്, അല്ലയോ? ആന്നു. അത് നമ്മൾ ലെറ്റർ എഴുതുന്നതിന് തൊട്ട് മുമ്പാണോ? ഇവിടെ ഈ ഒരു ചിന്തയാണ് നമുക്ക് മനസ്സിലുണ്ടായിരിക്കേണ്ടത്. നമ്മൾ ലെറ്റർ എഴുതുന്നതിന് തൊട്ട് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെറ്റർ എഴുതുന്നതിന് തൊട്ട് മുമ്പാണ് എന്ത് ചെയ്തത്, ഹോസ്പിറ്റലിലേക്ക് വന്നത്. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് വെറുതെ പാസ്റ്റ് വെർബ് ഉപയോഗിച്ചാണ് എഴുതിയേക്കുന്നത്. അത് കുഴപ്പമില്ല. അതിലും മുമ്പ് നടന്ന ഒരു കാര്യം, അതിലും മുൻപ്, അതിലും ബാക്കിലേക്ക് നടന്ന ഒരു കാര്യം, അതിനെ പറ്റിയിട്ടാണ് നമുക്കിവിടെ പറയേണ്ടത്. അവിടെ നമുക്ക് വെറുതെ പാസ്റ്റ് വെർബ് ഉപയോഗിക്കാൻ പറ്റുമോ? പാസ്റ്റ് വെർബ് ഉപയോഗിച്ച് തലേന്നും പോകത്തില്ല, ഇല്ല. പക്ഷേ സ്കോർ പോവും. നമ്മളെ സംബന്ധിച്ച് സ്കോറാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെയൊക്കെ മാക്സിമം മിസ്റ്റേക്സ് എന്ത് ചെയ്യണം, കുറഞ്ഞിരിക്കണം, അല്ലേ? അതെ. അപ്പോൾ നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് ഇവിടെ ഉള്ള ടൈം നോക്കി ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർത്തേക്കണം. വളരെ സിമ്പിളായിട്ട് ലെറ്റർ എഴുതുന്നതിന് തൊട്ട് മുമ്പ് നടന്നേക്കുന്ന കാര്യമാണോ നോക്കണം, അതോ ലെറ്റർ എഴുതുന്നതിന് മുമ്പത്തെ ഒരു ഡേറ്റിൽ അതിൻ്റെ പുറകിൽ നടന്നേക്കുന്ന കാര്യമാണോ എന്ന് നോക്കണം. അതിലും ബാക്കിലേക്ക് നടന്നേക്കുന്ന കാര്യമാണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ലെറ്റർ എഴുതുന്നതിന് തൊട്ട് മുമ്പ് നടന്ന കാര്യം, അതിന് ഒരു പർട്ടിക്കുലർ ഡേറ്റ്, അതിനും മുമ്പ് നടന്ന കാര്യം. ലെറ്റർ എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ പ്രസൻ്റായി എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കാര്യം. അതിൻ്റെ ബാക്കിൽ അതിന് മുമ്പ് നടന്നേക്കുന്ന ഒരു കാര്യം. ലെറ്റർ എഴുതി അല്ലെങ്കിൽ അഡ്മിറ്റായി അതിന് ശേഷം നടന്നേക്കുന്ന ഒരു കാര്യം, അഡ്മിറ്റായി ആകുന്നതിന് മുമ്പ് നടന്നേക്കുന്ന ഒരു കാര്യം. അപ്പോൾ അഡ്മിറ്റ് ആകുക എന്നുള്ളത് പാസ്റ്റിലൊരു പർട്ടിക്കുലർ ടൈമാണ്, ഒരു പ്രത്യേക സമയമാണ്. അതിന് മുമ്പിൽ നടന്ന കാര്യവും അതിന് ശേഷം നടന്ന കാര്യവും. അപ്പം ഇത് നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അങ്ങനെ ഒന്ന് ആ സെൻറ്റൻസിനെ ഒന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ആ ഈവൻ്റ് നടന്ന ഒരു സമയം ഈ തരത്തിലൊന്ന് മനസ്സിലാക്കിയാൽ മതി. ലെറ്റർ എഴുതുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു കാര്യം, അഡ്മിറ്റ് ആയെന്നുള്ള കാര്യം, ഓക്കെ, നമ്മളത് പാസ്റ്റിൽ എഴുതി. ഇനി അതിന് മുമ്പ് നടന്നേക്കുന്ന ഒരു കാര്യം നമുക്ക് പറയണം, എന്തെങ്കിലും ഒന്ന്. ഇപ്പോൾ സീഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു ഹാർട്ട് ഫ്ലട്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയണം. അഡ്മിറ്റ് ആകുന്നതിന് മുമ്പാണ് നടന്നത്. അങ്ങനെ അപ്പോൾ പാസ്റ്റ് വെർബിൻ്റെ ഒരു യൂസ് ചെയ്യാൻ പറഞ്ഞല്ലോ. പാസ്റ്റിൽ പർട്ടിക്കുലർ ഒരു ടൈം വെച്ചിട്ട്, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന ഒരു സിംഗിൾ ഈവൻ്റ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വെറുതെ പാസ്റ്റ് വെർബ് ഉപയോഗിച്ചാൽ മതി. ഇനി അതിലും മുമ്പ് നടന്ന ഒരു കാര്യം, പാസ്റ്റിൽ ഒരു പ്രത്യേക സമയത്തിന് മുൻപ് നടന്ന ഒരു കാര്യം. എങ്ങനെയാണ് വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി വെക്കാം. പാസ്റ്റിൽ ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് നടന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അങ്ങനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കൂടെ പറഞ്ഞേക്കാം. പാസ്റ്റിൽ 2 സംഭവങ്ങൾ, അതായത് 2 ആക്ഷൻസ്, എന്തെങ്കിലും ആയിക്കോട്ടെ. പാസ്റ്റിൽ 2 സംഭവങ്ങൾ എന്ന് ഉദ്ദേശിച്ച് 2 ആക്ഷൻസ് കേട്ടോ. യെസ്, 2 ആക്ഷൻസ് നടന്നുവെങ്കിൽ അതിൽ ആദ്യം നടന്നതിനെ സൂചിപ്പിക്കാൻ ഹാർഡിന് ശേഷം ഹാർഡിന് ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. അതിൽ ആദ്യം നടന്നതിനെ സൂചിപ്പിക്കാൻ ഹാർഡിന് ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. ഇനി അവസാനം നടന്നതിനെ സൂചിപ്പിക്കാൻ അവസാനം നടന്നതിനെ സൂചിപ്പിക്കാൻ പാസ്റ്റ് വെർബ് ഉപയോഗിച്ചാൽ മതിയാവും. അവസാനം നടന്നതിനെ സൂചിപ്പിക്കാൻ പാസ്റ്റ് വെർബ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ,
സംഭവം സോൾവായി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ സെൻറ്റൻസുകൾ ഇനി തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഫ്റ്ററോ ബിഫോറോ ബിക്കോസോ ബട്ടോ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു വേർഡ് യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ആൻഡ്, ബട്ട്, ബിഫോർ, ആഫ്റ്റർ, ബിക്കോസ് ഇതുപോലെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു കണക്ടർ യൂസ് ചെയ്യുക കേട്ടോ. ഇത്രയും സിമ്പിളാണ് കാര്യം. അപ്പോൾ പാസ്റ്റ് 2 ഇൻസിഡൻസ് ഉണ്ട്. അതിലാദ്യം നടന്നൊരു കാര്യം, അത് രണ്ടാമത് നടന്നൊരു കാര്യം. ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് പ്രയർ ടു അഡ്മിഷനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. പ്രയർ ടു അഡ്മിഷൻ, അതായത് 1/1/2020 മുമ്പ് നടന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുന്ന ഈ ഒരു സമയം, അതിന് മുമ്പ് നടന്നത് പ്രസൻ്റ് ആയെന്നുള്ളത്, പ്രസൻ്റ് ആയതിനു മുമ്പ് നടന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രസൻ്റ് ആയതിനു മുമ്പ് നടന്നൊരു കാര്യം അതെങ്ങനെ പറയും? അത് പറയണമെങ്കിൽ എപ്പോഴും ഹാർഡിന് ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഹാർഡിന് ശേഷം അപ്പോൾ എന്നാ ചെയ്യണം? വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചാൽ മതി. അത്ര മാത്രം ചെയ്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട. ആ സെൻറ്റൻസ് ഓട്ടോമാറ്റിക്കലി ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ നമ്മൾ പറയുവാണ് ബിക്കോസ് ഷീ ഹാഡ് എക്സ്പീരിയൻസ്ഡ് സെവറൽ എപ്പിസോഡ്സ് ഓഫ് ഹാർട്ട് ഫ്ലറ്റർ. അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ വരെ സെൻറ്റൻസ് ശരിയായി. കാരണം അവിടെ ഹാർഡ് എക്സ്പീരിയൻസ്ഡ് ഞാൻ ഉപയോഗിച്ചതിൻ്റെ റീസൺ എന്താണ്? ഇവിടെ പ്രസൻ്റ് ആയതിന് ശേഷം നടന്നൊരു കാര്യത്തെ പറ്റിയിട്ടാണോ പറഞ്ഞത്? നമ്മൾ ലെറ്റർ എഴുതുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു കാര്യത്തെ പറ്റിയിട്ടാണോ പറഞ്ഞത്? അല്ല, അതിനും മുമ്പ് നടന്ന ഒരു കാര്യം. ഇവിടെ പ്രസൻ്റ് ആകുന്നതിനും പാസ്റ്റ് പർട്ടിക്കുലർ ടൈമിനും മുമ്പ് നടന്ന ഒരു കാര്യം, അതിനെപ്പറ്റിയല്ലേ പറഞ്ഞത്. അതിനെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? ഹാർഡിന് ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം ഉപയോഗിക്കാൻ എപ്പോഴും, ഓൾവേസ്. എഴുതുവാണെങ്കിലും ശരി, പറയുവാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി. ഇപ്പോൾ വേറൊരു എക്സാമ്പിളോട് നോക്കുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഇനി ഈ അതിന് ശേഷം പിന്നെ വന്നേക്കുന്ന അതിൻ്റെ അടുത്ത പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ പാസ്റ്റ് ഫ്യൂ വീക്സ്. അപ്പോൾ ഈ ലെറ്റർ എഴുതുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് ആഴ്ചകളിലാണോ അത് വന്നേ? അല്ല, അഡ്മിഷന് പ്രയർ കുറച്ചാഴ്ചകൾ മുമ്പ് എന്നല്ലേ നമുക്ക് മീൻ ചെയ്യണ്ടേ? എങ്ങനെയാ? ലെറ്റർ എഴുതുന്നതിന് കുറച്ചാഴ്ച മുമ്പെന്നാണ് നമ്മൾ പറയണ്ടേ? അല്ല. പിന്നെയോ പ്രസൻ്റ് ആകുന്നതിന് കുറച്ച് മുമ്പ് തൊട്ട് എന്നുള്ളതല്ലേ നമുക്ക് പറയണ്ടേ? അങ്ങനെയാണ് നമുക്ക് പറയണ്ടേ. അങ്ങനെയാണ് പറയണ്ടെങ്കിൽ പാസ്റ്റ് ഒരു പർട്ടിക്കുലർ ടൈമിന് മുമ്പായതുകൊണ്ട്, അപ്പോൾ നമുക്ക് ഈ തൊട്ട് മുമ്പായിരുന്നെങ്കിൽ പാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാമായിരുന്നു. ഓവർ പാസ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ദ പാസ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറഞ്ഞാൽ സംഗതി ശരിയാണ്, പക്ക. ലെറ്റർ എഴുതുന്നതിന് തൊട്ട് മുമ്പാണെങ്കിൽ. ഇനി ഇത് അവിടെയല്ല, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മീനിങ് കൊടുക്കുന്നത്, നമ്മുടെ മീനിങ് ഉദ്ദേശിക്കുന്നത് ഈ പ്രസൻ്റ് ആകുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും അവിടെ ഈ പാസ്റ്റിന് പകരം പ്രീവിയസ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുക കേട്ടോ. എന്താ ഉപയോഗിക്കേണ്ടത്? പ്രീവിയസ്. അപ്പോൾ സെൻറ്റൻസ് ശരിയായിക്കോളും. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസിൻ്റെ ആൻസർ നോക്കാം. ഇത് എന്താണ് അതിൻ്റെ റീസൺ? പാസ്റ്റും പ്രീവിയസും എങ്ങനെയാണ് വന്നേ? ഓവർ ദ പാസ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട് മുമ്പുള്ള കുറച്ചാഴ്ച. അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഉദ്ദേശിച്ചത് അതല്ല, പ്രസൻ്റ് ആകുന്നതിന് മുമ്പുള്ള കുറച്ച് ആഴ്ചകളിൽ എന്നല്ലേ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നാ ചെയ്യണം? പാസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. പാസ്റ്റാണ് തൊട്ട് മുമ്പ് ആണെങ്കിൽ പാസ്റ്റ്, അതിലും കുറച്ച് ബാക്കിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേക്ക് മുമ്പ് ആണ് കുറേ ആഴ്ച എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ പ്രീവിയസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാണ് അതിൻ്റെ റീസൺ കേട്ടോ. നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസറിലേക്ക് പോകാം. ഷീ പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 1st January 2020 for a regular checkup because she had experienced
several episodes of heart flutter over the past few weeks. അങ്ങനെ വേണം ആ സെൻറ്റൻസ് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം പാസ്റ്റിൽ 2 ഇൻസിഡൻസ്, 2 സംഭവങ്ങൾ നടന്നുവെങ്കിൽ അതിലാദ്യം നടന്നതിനെ സൂചിപ്പിക്കാൻ ഹാർഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. രണ്ടാമത് നടന്നതിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അവസാനം നടന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വെറുതെ സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് വെർബ് മാത്രം ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ എളുപ്പമുണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ടൈം മാത്രം ഒന്ന് മനസ്സിൽ കീപ്പ് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം. അപ്പോൾ ഈ സെൻറ്റൻസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ആ സെൻറ്റൻസ് പറയാം. സ്ക്രീനിലുണ്ട് സെൻറ്റൻസ്, ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഷീ വാസ് അഡ്മിറ്റഡ് ഇൻ വുമൻസ് ഹോസ്പിറ്റൽ. ഒരാൾ ചോദിച്ച സംശയമാണ്. ഷീ വാസ് അഡ്മിറ്റഡ് ഇൻ വുമൻസ് ഹോസ്പിറ്റൽ ഓൺ 24th July 2000 because she collapsed at home. ഇത്രയേ ഉള്ളൂ. ഷീ വാസ് അഡ്മിറ്റഡ് ഇൻ വുമൻസ് ഹോസ്പിറ്റൽ ഓൺ 24th July 2000 because she collapsed at home. ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഒരു സംഗതി, ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ആശയം, ഒരു ഐഡിയ നമ്മൾ മാറ്റുമ്പോൾ, ബിക്കോസ് നമ്മൾ അതിൻ്റെ റീസൺ പറയുവാണ്. അപ്പം മലയാളം പറയുന്നത് പോലെ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ വീട്ടിൽ വീണു എന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ എന്താ? ഷീ കൊളാപ്സ്ഡ് അറ്റ് ഹോം അല്ലേ? അപ്പോൾ അങ്ങനെ കൊളാപ്സ് ചെയ്തു എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു. അതിനിപ്പോൾ എന്നെ തെറ്റിയിരിക്കുന്നു അതിൻ്റെ അകത്ത്, ശരിയല്ലേ? അപ്പം നമുക്കങ്ങനെ തോന്നും. പക്ഷേ ഇവിടെ ഒരു കുഞ്ഞു കാര്യമില്ലെന്ന് നോക്കിയേ. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ, നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെ ഒരു ചെറിയ കാര്യമില്ല അവിടെ. ഇത് കണ്ടോ എന്നാ പറഞ്ഞേക്കുന്നത്? ഷീ വാസ് അഡ്മിറ്റഡ് ഇൻ വുമൻസ് ഹോസ്പിറ്റൽ ഓൺ 24th July 2000 എന്ന് പറഞ്ഞിട്ടുണ്ട്. 24 ജൂലൈ 2000 അവൾ വുമൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ കാരണമാണ് പറഞ്ഞത്. ബിക്കോസ് അതിൻ്റെ കാര്യം എന്താണ്? ഷീ കൊളാപ്സ്ഡ് അറ്റ് ഹോം എന്നുള്ളതാണ്. അപ്പോൾ ഷീ കൊളാപ്സ്ഡ് അറ്റ് ഹോം എന്നുള്ളത് പ്രയർ ടു ദ അഡ്മിഷൻ അല്ലേ? അഡ്മിഷന് മുമ്പ് നടന്ന ഒരു കാര്യമല്ലേ? അപ്പോൾ ഷീ പ്രസൻറ്റഡ് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ലെന്നേ. ഷീ പ്രസൻറ്റഡ് പറഞ്ഞാൽ അപ്പോൾ ശരിയാകത്തില്ല. അല്ല സോറി, ഷീ കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ശരിയാകുമോ? ഇല്ല. ഷീ കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. എന്നാ ഷീ കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞാൽ ശരിയാകാത്തത്? കാരണം പാസ്റ്റിൽ ഒരു പർട്ടിക്കുലർ ടൈമിന് അല്ലെങ്കിൽ 2 ഇൻസിഡൻ്റ് ഉണ്ടെങ്കിൽ അതിൽ ആദ്യം നടന്നതിനെപ്പറ്റി പറയാൻ ഹാർഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളും രണ്ടാമത് നടന്നതിനെപ്പറ്റി പറയാൻ വെറുതെ പാസ്റ്റ് വെർബ് ഉപയോഗിക്കണം. ഇതാണ് റൂള്. അപ്പോൾ അഡ്മിഷന് മുമ്പ് ആണ് വീണത് അല്ലേ? ആ ഒരു കാര്യം അങ്ങനെ തന്നെ നമ്മൾ സൂചിപ്പിക്കണം. അതാണ് നമ്മൾ മീൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? അവിടെ ഹാർഡ് കൊളാപ്സ്ഡ് എന്ന് ചേർക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ വരുമായിരിക്കും? ആൻസർ ഷീ വാസ് അഡ്മിറ്റഡ് ഇൻ വുമൻസ് ഹോസ്പിറ്റൽ ഓൺ 24th July 2000 ബിക്കോസ് ഷീ ഹാഡ് കൊളാപ്സ്ഡ് അറ്റ് ഹോം എന്ന് വരും. ഷീ ഹാഡ് കൊളാപ്സ്ഡ് അറ്റ് ഹോം എന്ന് വരും. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമേ ഉള്ളൂ. കാരണം അഡ്മിഷന് മുമ്പ് അല്ലേ കൊളാപ്സ് ആയത്? അതെ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം. കാര്യം നിസ്സാരമാണ്, പക്ഷേ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഒരു വീഴ്ച നമുക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഒരിക്കലും ഇതുപോലുള്ള ഒരു സെൻറ്റൻസ് നമ്മളെ സംബന്ധിച്ച് തെറ്റിപ്പോയേക്കരുത്. ഈ ടൈം ഒന്ന് നോക്കണം. പാസ്റ്റിൽ 2 കാര്യങ്ങൾ ഇതുപോലെ പറയേണ്ട വന്നാൽ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് കൃത്യമായി ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഹാർഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളും
പിന്നെ വെറുതെ പാസ്റ്റ് വെർബും ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒരിക്കൽ കൂടെ പറഞ്ഞേക്കാം. പാസ്റ്റിൽ 2 ഈവൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് നടന്നതിനെപ്പറ്റി പറയാൻ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കണം. ഇനി പ്രയർ ടു അഡ്മിഷൻ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പാസ്റ്റിൽ നമ്മൾ ലെറ്റർ എഴുതുന്നതിന് മുമ്പത്തെ ഒരു ഡേറ്റിന് മുമ്പ് നടന്നേക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയണമെങ്കിലും എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹാർഡിന് ശേഷം ഉപയോഗിക്കുന്ന സെൻറ്റൻസ് വേണം നമുക്ക് ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ ഹാർഡിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ അങ്ങനെയാണ് കൃത്യമായി ഉപയോഗിക്കേണ്ടത്, അങ്ങനെയാണ് ഉപയോഗിക്കപ്പെടേണ്ടത്. ഇനി പാസ്റ്റ് വെർബ് പാസ്റ്റ് ടൈം മെൻഷൻ ചെയ്യുന്ന ഏതൊരു കാര്യവും ഇങ്ങനെയുള്ള ഏതൊരു റെഫറൻസും കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാസ്റ്റ് വെർബ് ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സെൻറ്റൻസ് കൂടെ ഞാൻ ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്കതങ്ങ് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്തത് മിസ്റ്റർ റെക്സ് ഈസ് എ പേഷ്യൻ്റ് ഓഫ് മൈൻ സിൻസ് 2015. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് ശരിയാണ്. മിസ്റ്റർ റെക്സ് ഈസ് എ പേഷ്യൻ്റ് ഓഫ് മൈൻ സിൻസ് 2015. എനിക്ക് തോന്നുന്നു നേരത്തെയും നമ്മുടെ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സെൻറ്റൻസ് ആണ് എന്ന് തോന്നുന്നു. എങ്കിലും അത്തരത്തിൽ കുറേ ഈസ് ആറോ ഒക്കെ വെച്ചിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. നമ്മളിതുപോലെ ഈസോ ഹാസോ ഡസോ ഡുവോ ഒക്കെ ഉപയോഗിച്ചിട്ട് നോർമൽ സാധാരണ വെർബോ ഈസോ ഹാസോ ഹാവോ ആമോ ആറോ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സിൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ മലയാളത്തിൽ നോക്കുമ്പോൾ തോന്നും അത് ശരിയായിരിക്കുമെന്ന് തോന്നും. ഇപ്പോൾ ഇപ്പം ഏതൊക്കെയാണ്? ഇപ്പം ഈസ് ആമ ആറ് എന്ന് വേണം നോട്ട് ചെയ്ത് വെക്കാം. ഈസ് ആമ ആറ്, ഈസ് ആമ ആറ്. ഡു ഡസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് സാധാരണ ഇപ്പോൾ ഗോസ് കേട്ടോ, ഡു ഡസ്, പിന്നെ ബ്രാക്കറ്റിൽ ഗോസ് എന്ന് എഴുതിയത് അതുപോലെയുള്ള വെർബുകൾ, സാധാരണ വെർബും സിംഗിൾ വെർബും ഗോസ്. പിന്നെ ഹാവ് ഹാസ്. അപ്പോൾ ഇത് മാത്രം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല? സിൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത്തരം വെർബുകളുടെ കൂടെ എഴുതിക്കോളൂ, ഇത്തരം വെർബുകളുടെ കൂടെ സിൻസ് ഉപയോഗിക്കാൻ കഴിയില്ല, അല്ല സിൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരം വെർബുകളുടെ കൂടെ സിൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി എന്തുകൊണ്ടാണ് അത് പറ്റത്തില്ല എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അതായത് ഈ മലയാളത്തിൽ നമ്മൾ നോക്കുമ്പം മിസ്റ്റർ റെക്സ് ഈസ് എ പേഷ്യൻ്റ് ഓഫ് മൈൻ സിൻസ് 2015. 2015 മുതൽ മിസ്റ്റർ റെക്സ് എൻ്റെ ഒരു പേഷ്യൻ്റാണ് എന്നൊരു ഡോക്ടർ പറയുവാണ്, അല്ല ഒരാൾ പറയുവാണ് എൻ്റെ ഒരു പേഷ്യൻ്റാണെന്ന് പറയുവാണ്. അപ്പോൾ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഇംഗ്ലീഷിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ മിസ്റ്റർ റെക്സ് ഈസ് എ പേഷ്യൻ്റ് ഓഫ് മൈൻ, എൻ്റെ ഒരു പേഷ്യൻ്റാണ്. എപ്പോൾ തൊട്ട്? 2015 തൊട്ട്. ശരിയാണല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന എന്തെങ്കിലും ഒരു അവസ്ഥ ആയിക്കോട്ടെ, ഒരു പൊസഷൻ ആയിക്കോട്ടെ, ഒരു കാര്യമായി ഒരു ആക്ഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്താണെങ്കിലും നേരത്തെ തുടങ്ങി അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ ഒരു സെൻറ്റൻസ് പറയണമെങ്കിൽ അവിടെ നിർബന്ധമായും എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ഹാസിനോ ഹാവിനോ ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം ഉപയോഗിക്കാൻ. ഏത് സെൻറ്റൻസാണ്? ഹാസിനോ ഹാവിനോ ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. എന്താ ഉപയോഗിക്കേണ്ടത്? ഹാസിനോ ഹാവിനോ ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. ക്വയറ്റ് സിമ്പിൾ. ഇനി ഹാസ് എവിടെ ഉപയോഗിക്കുന്നത്? സിംഗിൾ സബ്ജക്ട്സിൻ്റെ കൂടെ, എണ്ണത്തിൽ ഒന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ സെൻറ്റൻസിൽ ആദ്യം ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം ഹാസ് ഉപയോഗിക്കാം. എണ്ണത്തിൽ ഒന്നിൽ കൂടുതലുള്ളതാണെങ്കിൽ പിന്നെ സബ്ജക്റ്റ് ഐയുടെ കൂടെയും ഹാവാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അല്ല ഈ സെൻറ്റൻസിൻ്റെ ആൻസർ പറഞ്ഞേക്കാം ഇനി, അല്ലേ? മനസ്സിലായല്ലോ. അപ്പോൾ മിസ്റ്റർ റെക്സ് ഹാസ് ബീൻ എ പേഷ്യൻ്റ് ഓഫ് മൈൻ സിൻസ് 2015 എന്ന് പറയേണ്ടി വരും.
അവിടെ ബീൻ എങ്ങനെയാണ് വന്നത്? BWN ബീൻ. ബീൻ വന്നത്, ബീൻ ഒരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യണം. ബീൻ വന്നത് ബി എന്ന് പറയുന്ന വേർഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ബീൻ എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഹാസ് ഹാവിന് ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക എന്നാണ്. അതിൻ്റെ അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ബീൻ. അപ്പോൾ അങ്ങനെ ആയിരുന്നു എന്ന് പറയുവാണ്. എപ്പോൾ തൊട്ട്? 2015 തൊട്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും അതെ, ഇപ്പോൾ വരെ അങ്ങനെ ആയിരുന്നു എന്ന് പറയുവാണ്. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം. ഇതൊരു അവസ്ഥ ആയതുകൊണ്ടാണ്, അവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെർബാണ് ഇംഗ്ലീഷ് ബി, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ബീൻ. അതുകൊണ്ടാണ് ആ ഒരു അവസ്ഥയെപ്പറ്റി പറയേണ്ട വന്നപ്പം ഹാസിന് ഹാവിന് ശേഷം ബീൻ ഉപയോഗിച്ചത്. ഓക്കെ, സോ അതുപോലെ തന്നെയുള്ള ഒരു സെൻറ്റൻസാണ് ഇപ്പോൾ ഇത് വേറൊരു എക്സാമ്പിൾ പറയാം. മിസ്റ്റർ റെക്സ് ഹാസ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2015 എന്ന് പറയുവാണെന്ന് വിചാരിക്കുക. മിസ്റ്റർ റെക്സ് ഹാസ് ഹൈപ്പർ ടെൻഷൻ. മലയാളത്തിൽ നോക്കുമ്പോൾ എന്നെ നല്ല സെൻറ്റൻസാണ്, കിഡ്, സൂപ്പർ സെൻറ്റൻസ് അല്ലേ? മിസ്റ്റർ റെക്സിന് 2015 മുതൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അതിൻ്റെ തന്നെ തെറ്റ്? ഒരു തെറ്റുമില്ല, സൂപ്പർ സെൻറ്റൻസാണ്. സെൻറ്റൻസ് വെട്ടിയാൽ നിന്നെ കൊല്ലുമെന്ന് കൊണ്ട് ആരോ പറഞ്ഞ പോലെ അല്ലേ? ഞാൻ നല്ലൊരു സെൻറ്റൻസാണ് എഴുതിയേക്കുന്നത്. മിസ്റ്റർ റെക്സിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് 2015 മുതൽ. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. മലയാളത്തിൽ നിന്ന് കറക്റ്റ് ട്രാൻസ്ലേഷനാണ് ഇംഗ്ലീഷിലേക്ക് വന്നേക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തെറ്റില്ല. ബട്ട് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൽ എങ്ങനെ വേണം ഈ സെൻറ്റൻസ് എഴുതപ്പെടാൻ അല്ലെ പറയപ്പെടാൻ, അതെങ്ങനെ വേണം? ഹാസിനോ ഹാവിനോ ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിട്ട് നേരത്തെ തുടങ്ങി ഇപ്പോഴും ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷ് പറയത്തോ എഴുതത്തോ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മിസ്റ്റർ റെക്സ് ഹാസ് ഹാർഡ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഹാവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഹാർഡ് അല്ലേ? അതുകൊണ്ട് മിസ്റ്റർ റെക്സ് ഹാസ് ഹാർഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2015 എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് സൂപ്പറാണ്. വേറെ എക്സാമ്പിൾ കൂടെ. മിസ്റ്റർ ടി ഈസ് എ നോൺ സ്മോക്കർ ഫോർ 20 years. ഇവിടെയും അത് ഈ സിൻസോ ഫോറോ നമ്മൾ ഇത്തിരി മുമ്പ് എഴുതിയ തരത്തിലുള്ള വെർബുകളുടെ കൂടെ ഉപയോഗിക്കത്തില്ല. ഈ സാമാറ്, പിന്നെ ഡു, ഡസ്, ഹാസ്, ഹാവ് ഇതുപോലെയുള്ള വെർബിൻ്റെ കൂടത്തിൽ നമുക്ക് ഉപയോഗിക്കത്തില്ല. നേരത്തെ തുടങ്ങി അല്ലെങ്കിൽ കുറേ കാലമായി ഉണ്ട് എന്ന തരത്തിൽ നമുക്ക് സിൻസോ ഫോറോ ഈ ഇത്തരം വെർബുകളുടെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് മിസ്റ്റർ ടി ഈസ് എ നോൺ സ്മോക്കർ ഫോർ 20 years എന്ന് നമുക്ക് മലയാളത്തിൽ നിന്ന് ശരിയാണെന്ന് തോന്നും. പക്ഷേ 20 വർഷമായി തുടരുന്ന ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നേരത്തെ തുടങ്ങി 20 വർഷമായി ഇപ്പോഴും അതുണ്ട് എന്ന തരത്തിൽ നമ്മൾ പറയുമ്പോൾ മിസ്റ്റർ ടി ഹാസ് ബീൻ എ സ്മോക്കർ എന്ന് വേണം നമ്മൾ പറയാൻ. ഒരു സ്മോക്കർ ആയിരുന്നു. 20 വർഷക്കാലമായി മിസ്റ്റർ ടി ഒരു സ്മോക്കറാണ്. ഓക്കെ, അപ്പം ബീനാണ് അവിടെയും വന്നത്. കാരണം ഈസ് ഉപയോഗിച്ചത് കൊണ്ട് ഈസിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഇത് ബീൻ എന്നുള്ളത് കേട്ടോ. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട 2 സെൻറ്റൻസുകളാണ്. എന്നാൽ വളരെ സിമ്പിളാണെന്ന് തോന്നാവുന്നതും മലയാളികളായ നമ്മളെ കബളിപ്പിക്കുന്നതുമായ പറ്റിക്കുന്നതുമായ 2 സെൻറ്റൻസാണ് നമ്മളിന്ന് നോക്കിയത്. അതായത് ഈ ഈസും ഹാസും ഹാവും ഒക്കെ നമ്മൾ നേരെ മലയാളത്തിൽ പറയുമ്പോൾ ശരിയാണെന്ന് തോന്നും, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ശരിയാണെന്ന് തോന്നും, പക്ഷെ നമ്മളെ ചതിക്കും. അതുപോലെ ഈ പാസ്റ്റ് വെർബ് ഉപയോഗിക്കുമ്പോഴും വെറുതെ പാസ്റ്റ് വെർബ് ഉപയോഗിച്ച് നമുക്ക് എന്തോരം വേണം പറയത്തില്ലെന്ന് ഓർക്കും. പറയാം, മലയാളത്തിൽ നോക്കുമ്പോൾ ശരി തന്നെയാണ്. ബട്ട് ഇംഗ്ലീഷിലെ ഇത്തരം ഈ ഗ്രാമറിലുള്ള ഇത്തരം ഒരു റൂള് കൊണ്ട് നമ്മളതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ ലെറ്ററിൽ ഇനി ഈ 2 മിസ്റ്റേക്സ് ഇനി ഒരിക്കലും വരത്തില്ല. ഇതുപോലെ ഓരോരോ സെൻറ്റൻസുകൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു, തിരുത്തുന്നു, മാറ്റുന്നു. അങ്ങനെ പതിയെ പതിയെ നമ്മൾ ആ പാടെ കുറച്ച് സെൻറ്റൻസുകളെ എഴുതുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഇങ്ങനെ സെൻറ്റൻസുകൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിൽ ഒരു വലിയ ചേഞ്ച്, മാറ്റം നമ്മുടെ ഇംഗ്ലീഷിലും നമ്മുടെ എഴുത്തിലും ഒക്കെ ഉണ്ടാകും. അപ്പം എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ
സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുന്നു. OET കെയറിലേക്ക് നിങ്ങളുടെ OETയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും അയച്ചു തരിക. തീർച്ചയായും അല്പം താമസിച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ അല്പം താമസിക്കാൻ സാധ്യതയാണ്. അല്പം താമസിച്ചിട്ടാണെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് അവിടെ നിന്നൊരു മറുപടി ഉണ്ടാകും. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.